ഹായ് ഗായ്സ്, കല്യാണ ഒരുക്കങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഒരു സൈഡിൽ പന്തലിനുള്ള ആൾക്കാർ വന്ന് പന്തലിട്ടോണ്ടിരിക്കുന്നു. കല്യാണം കഴിച്ചാല് പോകുമ്പോ ഇനി നിലവിളിക്കോ? എന്തിനാ നിലവിളിക്കുന്നു? എനിക്ക് സന്തോഷല്ലേ? ഞാനാ നെയ്റ്റി അട്ടത്. ചൊറിഞ്ഞു ചൊറിഞ്ഞു പിന്നെ എന്താ പൊട്ടിക്കണ്ട പൊട്ടിക്കണ്ട. ഹായ്, അതിന്റെ ഉള്ളിൽ പാമ്പുണ്ടാവില്ലേ? നോക്കിക്കോ. അതിന്റെ ഉള്ളിലാണ് പാമ്പുണ്ടായോ? മറിയാ കാലിന്റെത്താ ഇതൊരാള് വായില്. നിനക്ക് വീഡിയോ ആക്കുന്ന പ്രശ്നമുണ്ടോ? ഇന്ന് വൈറലാവും. പേടിയാവുന്നു. സർക്കസും പ്രൊവൈഡ് ചെയ്യും ഇവര്. ചുട്ടു, നീ എന്താക്കുക? അല്ല പോണതാ ഇപ്പൊ പോയേ. അതെ, അതെടുക്കരുത്, അതെടുക്കരുത് എന്നോട്. പന്തലുകാരെ സഹായിക്കുന്ന മറിയ. മറിയ, ഇനി പന്തലാൽ സഹായിക്കാം. ചുറ്റും ഇങ്ങോട്ട് ചെല്ലി. നമുക്കിനി വീട്ടിലുള്ള അപ്ഡേറ്റുകൾ എന്തൊക്കെയാന്ന് നോക്കാം. നമ്മളെ അമ്മായിമാരും ഉമ്മമാരൊക്കെ വന്നിക്കണേ. എല്ലാവരും ചായ കുടിക്കാണ്. ഞാൻ ചായ കുടിച്ചില്ല. നമുക്ക് ചായയും ചിക്കൻ കറിയോ പൂളയും ചക്ക എടു പോയി. ചക്കപ്പൊയ്ക്കുണ്ട്. ഞാൻ വെറുതെ ചക്ക കുക്കറിലൊക്കെ ഇവിടെ പന്തലിട്ട് മറിയ ചിട്ടു എന്താക്കുക? മറിയ എന്താക്കുക? ഇനി വേറൊരു സംഭവം കാണിച്ചു തരാം ഗൈസ്. അതതിനായില്ല. ഇനി ഒരു വശത്ത് താത്ത റൂം റെഡിയാക്കുകയാണ്. എന്റെ സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇവൾക്ക് ഇപ്പോഴേക്കും ഒരു സമാധാനമായി. ഇവിടുത്തെ എല്ലാ അൽമാരിലും നിറച്ചും എൻ്റെ ഡ്രസ്സുകളാണ്. എവിടെ നോക്കിയാലും എൻ്റെ ഡ്രസ്സ്, എവിടെ തൂക്കിയിട്ട് വന്നോ എൻ്റെ ഡ്രസ്സ്. അങ്ങനെ ഫൈനലി എനിക്കൊരു റൂം കിട്ടി. ഇത്താത്ത അറേഞ്ച്മെന്റ്സിലാണ്. ഇത് വേണ്ടാത്തത്, വാണ്ടിയത് പൊരേന്ന് ഇടാനുള്ളത്, അല്ലാത്തത് ഓള് കയറ്റി തുടങ്ങാണ്. അടിയിലാകെ ചുറ്റിച്ചെന്താ? ഓ, ഇനി വെസ്റ്റേൺ ഈ സൈഡും എത്നിക് ഈ സൈഡും ആണ്. ബ്ലാങ്കറ്റുകൾ മുകളിൽ വെക്കും. നമുക്ക് ഇനി ഫുള്ള് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ റൂമിന്റെ ടൂർ ആയിട്ട് വരാം. റൂം ടൂർ. ഇതാ പണിസാധനങ്ങളൊക്കെ ഇവിടെ ബാക്കിയാണ്. ഇവിടെ കാക്കുണ്ട്. ഈ റൂം കാണിച്ചു തരാം. ഈ റൂമിൽ അലക്ക് ഉണക്കലും ഷിട്ടുവിൻ്റെ കളി സാധനങ്ങളും കൊണ്ടുവച്ചിക്കണ്. ഇനി ഞാൻ പോയിട്ട് ചായ കുടിക്കട്ടെ. ഇനി ചായ കുടിക്കാൻ വരുന്നോ? ഒരു ലോഡ് ഉണ്ടായിരുന്നു. ഇപ്പൊ നോക്കുമ്പോ സാധനം കുറച്ച് അൽമാരി വലുതുമായോ. ഇനി നമുക്ക് ചായ കുടിക്കാം ഗൈസ്. ചായ അടിച്ചിട്ട് കുറച്ച് എഡിറ്റിംഗ് പരിപാടി ഉണ്ട്. ഡ്രസ്സ് എടുക്കാൻ പോകാനുണ്ട്.
ഞാൻ ചായ കുടിക്കട്ടെ. ഇതിന്റെ ഇടയിൽ വേറൊരാളെ കാണിച്ചത്. ഇനിയിപ്പോ പുതിയ സ്കൂളിലേക്ക് പോകാണ്ട് സ്റ്റാർ ആവാൻ വേണ്ടിയിട്ട് ഇന്റർവെല്ലിന്റെ ക്ലാസ് റൂമിലൊക്കെ ജോയിൻ ചെയ്തു. ഒരു സ്റ്റുഡന്റിന് ഒരു ടീച്ചർ എന്നുള്ള നിരക്ക് നമുക്ക് ഏത് സമയത്താണോ ക്ലാസ് വേണ്ടത് ആ സമയത്ത് ക്ലാസ് എടുത്തിരുന്നുള്ളതാണ് ഇവരുടെ മെയിൻ ഹൈ. പിന്നെ കൂടാതെ വെൽ എക്സ്പീരിയൻസ്ഡ് ടീച്ചേഴ്സ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളുടെ സ്റ്റാറ്റസ് അവർക്ക് മനസ്സിലാവും. എന്നിട്ട് ഒരു അസസ്മെന്റ് ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ട് ഓരോ കുട്ടികൾക്കും വേണ്ട രീതിയിൽ ഒരു കസ്റ്റമൈസ്ഡ് പാറ്റേൺ തന്നെ സെറ്റ് ചെയ്തിട്ടാണ് അവർ ക്ലാസ് എടുക്കുക. നമ്മൾ അഡ്മിഷൻ എടുക്കുന്നതിന് മുന്നേ തന്നെ ഇന്റർവെൽ നമുക്കൊരു ഡെമോ ക്ലാസ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവരുടെ ടീച്ചേഴ്സ് എത്ര ഫ്രണ്ട്ലി ആണെന്നും അവരുടെ ഒരു ക്വാളിറ്റിയും. പിന്നെ ചാപ്റ്റർ വൈസ് എക്സാം ഉണ്ടാവും, അതുപോലെ തന്നെ മീറ്റിംഗ് ഉണ്ടാവും, അവർ പ്രോഗ്രസ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഷോർട്ട് നോട്ട്സും വർക്ക്ഷീറ്റ്സും ക്വസ്റ്റ്യൻ ബാങ്ക്സും ഒക്കെ അവർ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ മക്കൾ പഠിത്തത്തിൽ നല്ലോണം പിന്നോക്കം നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടി ഫൗണ്ടേഷൻ കോഴ്സസ് ഇന്റർവെൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ നമ്മുടെ മക്കളെ ബേസിക് ഇഷ്യൂസ് മനസ്സിലാക്കി അവർക്ക് ഒരു അസസ്മെന്റ് ടെസ്റ്റ് കൊടുത്തതിന് ശേഷം അവർക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ടൈം ക്ലാസ് കൊടുക്കും. ഈ ഫൗണ്ടേഷൻ കോഴ്സ് മെയിൻ ആയിട്ട് എഴുതാനും വായിക്കാനും തീരെ പിന്നോക്ക അവസ്ഥയിൽ നിൽക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ബേസിക് ക്ലിയർ ആക്കി എടുക്കുക എന്നുള്ളതാണ് ഫൗണ്ടേഷൻ കോഴ്സിന്റെ ലക്ഷ്യം. ഇനി ബേസിക് കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെങ്കിൽ ഡയറക്റ്റ് ക്ലാസ് റൂമിൽ ജോയിൻ ചെയ്യാവുന്നതുമാണ്. കൂടാതെ ഇപ്പൊ 15% വരെ ഓഫറും ഉണ്ട്. ഇനി കൂടുതൽ വിവരങ്ങൾക്ക് ഞാൻ കമന്റ് ബോക്സിൽ ഡീറ്റെയിൽസ് കൊടുക്കാം കേട്ടോ. നെയ്യപ്പം ചുട്ടുകൊണ്ടുവന്ന അമ്മായി സൂപ്പർ നെയ്യപ്പം. ഇത് നിങ്ങൾ പുറത്തും ചുടിച്ചാണോ നിങ്ങൾ ചുട്ടാണോ? ഇത് അമ്മായിന്റെ അധ്വാനത്തിന്റെ ഫലമാണ്. കുണ്ടോനെമ്പാട് എത്ര കാലിയായി പെണ്ണുങ്ങളുടെ വരിയിൽ മത്സര കൊടുക്കാണ്ട് വന്നോൾ കൊടുക്കാന്ന് ഞാൻ ഇന്ന് ചോദിച്ചിട്ടേ അമ്മായി അച്ചാറിടാണ് കപ്പിളാക്കിയല്ലേ വരിക. എന്താ അമ്മായി അച്ചാറിട്ട് കൊണ്ട് മിക്സ്ഡാ നമുക്ക് കല്യാണത്തിന് കൊടുക്കാൻ. കല്യാണം വരെ ഇനി വിടാൻ ആറാടാനുള്ള അച്ചാറാണിത്. ഇനി ഇവിടെ പഴുത്ത കൊലകൾ, പച്ചക്കൊല, എല്ലാരും കൊണ്ടുവന്ന പലഹാരങ്ങൾ. എല്ലാവർക്കും നാളെ ചോദിച്ചുണ്ട്. മാങ്ങ എടുക്കുന്ന മറിയ മാങ്ങ കൊണ്ടുള്ള കളിയാ ഇവിടെ. വേറൊരു കാര്യം കാണിച്ചു തരാം. കല്യാണത്തലേന്നും ഇന്നെ കാണാണ്ട് നിന്നൂടാ. ഇതിനെ കാണാൻ നിന്റെ പുയ്യാപ്പിള കൊറവാണ് ഇവിടെ ഉടുക്കായിട്ട്. ഓ ചിറ്റൂര് മൊന്ന നോക്കട്ടെ, ചിറ്റൂര് നോക്കട്ടെ. അല്ല ഒക്കെ നോടോ ഇപ്പൊ പഠിച്ചോടി. ഇനി ഇതിന്റെ അകത്ത് വിവാഹ കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ആളെ കാരണന്മാര് രണ്ടാൾക്കാരുണ്ട്. അതെ, നെയ്യപ്പം ജ്യൂസ് തീർന്ന് നെയ്യപ്പം ബാക്കി. അധികം പഴുത്തായിട്ട് മാങ്ങയുടെ ചോയ ഉണ്ട് ഇല്ലേ ജ്യൂസിന്? അതല്ല പഴുത്തായ മാങ്ങയുടെ ചോയ. ഞാന് മറ്റേ ഇത് കാണിച്ചു തരാം. പന്തൽ മുറ്റത്ത് പന്തലിട്ട് കണ്ടത്തിൽ പന്തൽ പെൻഡിങ്ങിലാണ്. അങ്ങോട്ട് കാണുമോ? ഇതൊക്കെ ഒരു കുടുക്കി വെച്ചതാ, പെൻഡിങ്ങിലാണ്. ഓക്കെ ഗൈസ്, ഇനി ബാക്കി വിശേഷങ്ങളായിട്ട് കാണാം. എനിക്ക് ഡ്രസ്സ് നോക്കാൻ പോകാണ്ട്. എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ ആടുന്ന് ഇടാനുള്ള, എൻ്റെ കെട്ടിയവൻ്റെ ആടിനിടാനുള്ള ഡ്രസ്സൊക്കെ വാങ്ങാൻ പോകാണ്ട്. ഇവിടേക്ക് കൊണ്ടുവരാനുള്ള ഗിഫ്റ്റ് ഡ്രസ്സുകളൊക്കെ ഞങ്ങൾ ഇന്നലെ പോയി എടുത്ത്. ഇനി ഉപ്പക്കും കാക്ക കൂടി വാങ്ങാനും പിന്നെ എനിക്ക് വാങ്ങാനും. എനിക്ക് വീട്ടിൽ നിന്ന് ഇടാനുള്ള 2 കുട്ടെടുത്ത്. ഇവക്കൊക്കെ ഞങ്ങൾ ഇന്നലെ ഡ്രസ് വാങ്ങിയല്ലോ. ഞങ്ങൾ ജീജു വാങ്ങിക്ക്. എനിക്ക് ഇന്നലെ ഇതെന്തിനൊക്കെ എടുത്തൊടുത്ത് എന്ത് പണിയാ അത് കൊള്ളാക്കി. ഇല്ല, ഇത് ഐശുക്ക് വേണ്ടി ഉണ്ടാക്കി തന്നതിന്. ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത വമ്പക്കാക്ക. ഇതൊന്ന് ക്ലീൻ ചെയ്ത വമ്പക്കാക്ക. ഇത് നിറച്ച് സാധനങ്ങളായി. ഇതൊക്കെ വൃത്തിയാക്കി വമ്പക്കാക്ക. ഓ സൂപ്പർ വമ്പക്ക, നിങ്ങൾ സൂപ്പർ. ഒരു മോളും ഒരു ജീജു മോളും. ആ അതന്നെ ഇവിടുത്തെ രണ്ട് മരുമക്കൾ ഓൺ സ്ക്രീൻ. അതെടുത്ത് കൊടുക്കല്ലേ മീ. അത് ഐശു കഷ്ടപ്പെട്ടുണ്ടാക്കി തന്നെ. ഞാൻ നേരത്തെ പോയപ്പോഴുള്ള ഡ്രസ്സിലാണ്. ഇതെന്റെ പോട്ടെ.